എൻ വാസു ഇപ്പോഴെവിടെയാണുള്ളത്? എന്തൊക്കെ നടപടിക്രമങ്ങൾ അടിയന്തരമായി SIT ഇപ്പോൾ പൂർത്തിയാക്കുന്നുണ്ട്? പ്രതീഷ്. ഉന്മേഷ, മുൻ ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് SIT ചെയ്തത്. അതിനുശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എൻ വാസുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ റാന്നി കോടതിയിലേക്ക് എൻ വാസുവിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ ഒരു നടപടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ നേരത്തെ എൻ വാസുവിനെ മണിക്കൂറുകളോളം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്ത ശേഷം എൻ വാസുവിനെ വിട്ടയച്ചിരുന്നു. അതിന് പിന്നാലെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ 4ാം പ്രതിയെ വരെ അറസ്റ്റ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ട് കേസിലെ 1ാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഒപ്പം എൻ വാസുവിന്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് പക്ഷേ അത്തരത്തിലൊരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല? അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്വാധീനമുണ്ടോ എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. 2019 നടന്ന അടിമുടി ക്രമക്കേടുകളിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. അത് കേവലം ഉദ്യോഗസ്ഥരിൽ മാത്രമോ അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമോ ഒതുങ്ങുന്നതല്ല. അക്കാലത്തുണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ വീഴ്ചകളും ഗൂഢാലോചനകളും ഒക്കെ തന്നെ അന്ന് നടന്നിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ എൻ വാസുവിന്റെ പങ്ക് പ്രധാനമായും പുറത്തു വന്നത് 2019 എൻ വാസുവിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ്. അതാണ് എൻ വാസുവിന് പ്രധാനമായും ഒരു കുരുക്കായി മാറിയത്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. 2019 ഡിസംബർ 9 ഈ സ്വർണ്ണ കവർച്ചാ കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് ഒരു ഇമെയിൽ സന്ദേശം അയക്കുന്നു. അതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയ സ്വർണത്തിന്റെ ബാക്കി ഉണ്ട് എന്നും അത് ഈ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കട്ടെ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം എൻ വാസുവിന് പോകുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം വന്നിട്ടും അതിന്റെ മറ്റു പിന്നാമ്പുറങ്ങൾ തേടി പോകാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ വാസു തയ്യാറായില്ല എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് വളരെ ലാഘവത്തോടുകൂടി എൻ വാസു എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഒരു അനുമതിയല്ല, ഒരു ബോർഡ് പ്രസിഡന്റ് അനുമതിയല്ല, ഉപദേശം തേടിയാണ് ഇമെയിൽ വന്നതെന്നുള്ള ലാഘവത്തോടെയുള്ള മറുപടിയാണ് അന്ന് എൻ വാസു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. അതേ മറുപടി അല്ലെങ്കിൽ അതേ ഉത്തരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ആദ്യ ചോദ്യം ചെയ്യലിലും എൻ വാസു ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലുൾപ്പെടെ വലിയ സംശയങ്ങൾ എൻ വാസുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തു. ഒപ്പം വീണ്ടും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതോടു കൂടിയാണ് ഈ സംഭവത്തിൽ എൻ വാസുവിന്റെ പങ്ക്, എൻ വാസുവിന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ എൻ വാസുവിന്റെ അറിവോട് കൂടിയാണ് നടന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർണായകമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഹൈക്കോടതി പല ഘട്ടങ്ങളിലും ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകം പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥരിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സ്വർണ്ണക്കൊള്ള വിഷയം. അതിൽ അന്നത്തെ ബോർഡ് ഭരണസമിതിക്കുൾപ്പെടെ വലിയ പങ്കുണ്ട്, വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിശാലമായ അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വാസു, 3ാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പത്മകുമാറിനെതിരെ നടപടി അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമോ എന്നതാണ്. കാരണം പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ആ സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്രമക്കേടുകളും വീഴ്ചകളും സ്വർണ്ണക്കൊള്ളയും നടന്നിട്ടുള്ളത്. അന്ന് എൻ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞ ശില്പം ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എൻ വാസുവിനേക്കാൾ ഒരുപടി കൂടി കടന്നുള്ള വലിയ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകളൊക്കെ തന്നെ നടന്നത് അതിന് സാക്ഷിയായിട്ടുള്ള ആൾ കൂടിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ ഇനി പത്മകുമാറിന്റെ കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഈ കേസെടുക്കുന്ന ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്ന് മാത്രമാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഈ റിമാൻഡ് റിപ്പോർട്ട് നൽകുന്ന ഒരു അവസരത്തിലാണ് ഈ
മൂന്നാം പ്രതിയായ എൻ വാസുവിന്റെ പേരുൾപ്പെടെ ഈ റിപ്പോർട്ടിൽ വന്നത്. അങ്ങനെ ഇപ്പോൾ അതിൽ മൂന്നാം പ്രതിയായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാന്നി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ വീണ്ടും ഈ എൻ വാസുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കം ഇപ്പോൾ റിമാൻഡിലാണ്. വീണ്ടും മുരാരി ബാബുവിനെ ഒരിക്കൽ കൂടി കസ്റ്റഡി ആവശ്യപ്പെടാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മുരാരി ബാബുവിനെയും എൻ വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം കടന്നേക്കും. 6 ആഴ്ചയാണ് ഹൈക്കോടതി റിപ്പോർട്ട് നൽകാൻ അനുവദിച്ചിരിക്കുന്ന സമയം. ആ സമയത്തിനുള്ളിൽ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു നടപടികളിലേക്ക് കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പോയിരിക്കുന്നത്. ഈ അല്പസമയം മുമ്പ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് എൻ വാസുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. അതിനുശേഷം റാന്നി കോടതിയിലേക്കാണ് ഇപ്പോൾ എൻ വാസുവിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയോടുകൂടി തന്നെ എൻ വാസുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തി വിശദമായി എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 2019 ഇമെയിലുമായി ബന്ധപ്പെട്ട എൻ വാസു ശരി, അങ്ങനെ നിർണായകമായ നീക്കത്തിലേക്ക് ഇപ്പോൾ SIT കടക്കുകയാണ്. റാന്നി മജിസ്ട്രേറ്റ് അവധിയിലാണ് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കം എന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഈ സ്വർണ്ണപ്പാളി കേസിലാണ് ഇപ്പോൾ എൻ വാസു അറസ്റ്റായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.